ഹായ് ഗായ്സ്, ഒരു പെൺസിംഹം റോഡിൽ കൂടെ നടന്നു വരുന്ന കണ്ടോ? ഇത് ശരിക്കും കാട്ടിൽ നിന്ന് ചാടി വന്നൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ പ്രസ്കോട്ടിലുള്ള നോസ്ലി സഫാരി പാർക്കിലാണ്. ഈ സഫാരി പാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമ്മുടെ സ്വന്തം വാഹനത്തിലോ അവർ തരുന്ന വാഹനത്തിലോ യാത്ര ചെയ്ത് ആനിമൽസിനെല്ലാം അടുത്ത് വീക്ഷിക്കാൻ പറ്റും. ഇതാണ് സഫാരി പാർക്കും സൂവും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. ഇത് ഇംഗ്ലണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കുറേ സഫാരി പാർക്കുകൾ. അതിലൊരെണ്ണമാണ് ബാംഗ്ലൂരിലുള്ള ബെന്നാർഘട്ട നാഷണൽ പാർക്ക്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ സഫാരി ചെയ്യാൻ പറ്റില്ല, പകരം അവർ തന്നെ അവരുടെ വണ്ടിയിൽ നമ്മൾ ആനിമൽസിനെല്ലാം കൊണ്ട് കാണിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ഒരു വുഡൻ ബോക്സ് കാണുന്നില്ലേ, അത് ആക്ച്വലി ആനിമൽസിന് വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ പാർക്ക് ഒരു ഏകദേശം 550 ഏക്കറാണ്. അവിടെ 700-ലധികം ആനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ വണ്ടികൾ നശിപ്പിക്കാത്തൊരു അത്ഭുതമാണ്. ഈ പാർക്കിൽ നമുക്കൊരു വെറൈറ്റീസ് ഓഫ് ആനിമൽസിനെ കാണാൻ പറ്റും. അതിൽ കുറച്ചാണ് ലയൺ, ടൈഗർ, ആന, പുള്ളിമാൻ, മങ്കീസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ആ നിൽക്കുന്ന വിദ്വാനാണ് വൈറ്റ് റൈനോ. ഇതിൻ്റെ പേര് വൈറ്റ് റൈനോ എന്നാണെങ്കിൽ ഇതിനെ കാണാൻ വെള്ളയൊന്നും അല്ല കേട്ടോ. ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ കുട്ടൻസ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ പേരിൽ വൈറ്റ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ വേർഡാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം വലിയ വായ എന്നാണ്. ബ്ലാക്ക് റൈനോയെ കമ്പയർ ചെയ്യുമ്പം വൈറ്റ് റൈനോയ്ക്ക് വലിയ വായാണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് റൈനോ എന്ന് പറയുന്നത്. ഇനി ആർക്കും ഇതിലൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ഇതൊരു എൻഡേഞ്ചർഡ് സ്പീഷീസാണ്. കാരണം വേട്ടക്കാർ ഇതിൻ്റെ കൊമ്പെടുക്കാൻ വേണ്ടി ഇതിനെ വേട്ടയാടാറുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഒരു 18,000 വൈറ്റ് റൈനോസിന് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കൂ. ആ ഇരിക്കുന്ന സിംഹരാജനെ കണ്ടോ? ഇതൊരു വെറും സിംഹമല്ല കേട്ടോ, ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആഫ്രിക്കൻ സിംഹമാണ്. ഇതിൻ്റെ ഗർജനം ഒരു 5 കിലോമീറ്റർ അപ്പുറം വരെ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും എത്ര സിംഹരാജനാണെങ്കിലും നമ്മുടെ കടുവ വെല്ലാൻ ഇതിനെ കൊണ്ട് പറ്റില്ല. കടുവയുടെ അത്ര വെയിറ്റും സൈസും ഇതിനില്ല. ഞാനോർത്തു ഏറ്റവും കൂടുതൽ മടി എനിക്കാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിനാണ് ഏറ്റവും കൂടുതൽ മടി. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 20 മണിക്കൂറും ഇത് റെസ്റ്റ് എടുക്കല. ഈ മടി റെക്കോർഡ് നിങ്ങൾ ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്? ആശാന്മാർ റെസ്റ്റ് എടുക്കല്ല പരിപാടി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ദാണ്ട് നിൽക്കുന്ന മുന്നിലൊരു കലമാൻ. ആളൊരു മാനിനാണ് കേട്ടോ. ഞങ്ങളുടെ വഴിക്കൊരു തടസ്സം ആവാതെ അദ്ദേഹത്തിൻ്റെ പാട് നോക്കി അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് നടന്നുപോയി. മനുഷ്യരിൽ പലരും ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. പല സൈസിലുള്ള മാനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊന്നും പേര് വായിക്കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പുള്ളിമാനെ എവിടെ നോക്കിയാലും കാണാം. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ.